ദിവസം കഴിഞ്ഞ നോക്കുമോ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും അതിന് ബന്ധപ്പെട്ട് കുറേ സ്ഥലത്ത് നോക്കാം എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് കഴിഞ്ഞ് അതിന് ചെറിയ പാച്ച് വർക്ക് പാലം വരുന്നുണ്ട് പാലം വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ ഞാൻ കണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ മൈതാനത്തിൽ ഷെഡൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഇതായിട്ടല്ലേ ആ പെൺപിള്ളേരുടെ തലയൊക്കെ നടന്ന അവിടെയാണ് ഇതൊക്കെ അവിടെയാണ് ബേസിക് ജോസഫിന്റെ പുതിയ പടം റെഡിയായ കുറച്ചുണ്ട് ആ കൂടെ തന്നെ ഫോട്ടോസൊക്കെ കണ്ടു ബേസിന്റെ പുതിയ പടം സർക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ഹോട്ടല്ലേ നടക്കാൻ സർക്കാർ കുറച്ചും പണ്ടല്ല അതിന്റെ മോള് സ്ഥാപനം വീട്ടിൽ അന്ന് അവിടെ എടുത്തോ അതിന്റെ ചാനലുണ്ടോ ലിങ്കൊക്കെ അയച്ചല്ലേ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഞാൻ മറ്റേ പ്ലസ് 1 പ്ലസ് 2 മാത്രം. പുതിയ ഏതെങ്കിലും പടം ഉണ്ടോ? പുതിയ പടം ധ്യാൻ ശ്രീനിവാസന്റെ പടമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ജനുവരി 8-നാണ് പാലക്കാട് കൊല്ലംകോട്. ധ്യാനിപ്പം വിനീതാരുടെ പടത്തിലാണ്. അത് പാക്കപ്പ് ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പടം അത് കുറെ എല്ലാവരും ഉണ്ട്. നിവിനുണ്ട്, ധ്യാന്, നിവിന്, അജു, എല്ലാ ആൾക്കാരും നമ്മുടെ പ്രണവ് ഹൃദയം കഴിഞ്ഞ ശേഷം ഹൃദയം കഴിഞ്ഞ ശേഷം പേര് ഞാൻ മറന്നു. പഴയൊരു പേരാ പേരിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ആ പടം എന്ന് പറയുന്നത് രമേശ് നന്ദിയാണ് അതിൻ്റെ ഡയറക്ടർ. കോഴിക്കോട് നന്ദി അവനാണ് നന്ദിക്കാരൻ. രമേശ് നന്ദി ഡയറക്ടർ. പ്രൊഡക്ഷൻ ലെമ്പൂസ് പ്രൊഡക്ഷൻ. നമ്മളെ ക്യാമറ കോഴിക്കോട് ലെമ്പൂസ് ക്യാമറ ഇല്ലേ, അവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയതാണ്. അവരാണ് പ്രൊഡക്ഷൻ. നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു. അതിനകത്ത് ധ്യാൻ തമിഴ് നമ്മളോട് നടന്മാരുണ്ട്. നിർമ്മപ്പാലാഴി തടി കുറച്ച് നല്ലൊരു സാഹചര്യമായിരിക്കും. ധ്യാനിൻ്റെ കരിയർ നല്ലൊരു പടമായിരിക്കുന്നതാണ്. അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ പരിചയക്കാരനാണ് ഡയറക്ടർ. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നോക്കുകയാണെങ്കിൽ നല്ലൊരു സാധനമായിരിക്കും. ധ്യാനിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ. അതിലൊരു ഭാഗമാണ് ഞാനും. പിന്നെ ഇപ്പം ഇറങ്ങിയ റാണീൻ്റെ വിശേഷങ്ങളൊക്കെ? ഇപ്പം ഇറങ്ങിയ റാണി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. സാധാരണ വലിയൊരു താരാധിപത്യമുള്ള സിനിമയൊന്നല്ല. ഒരു ചെറിയൊരു കൊച്ചു മൂവി, ചെറിയൊരു മൂവി. അതിനകത്ത് ഒരു തമിഴ്നാട്ടിലെ തേനിയിലെ ഒരു മുത്തുമഴ കഥാപാത്രമാണ്. അത്യാവശ്യം സീക്വൻസുള്ള സിനിമയാണ്. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ഫറോക്ക് മല്ലികേര്, അതുപോലെ തന്നെ ഇവിടെ ഗോകുലമോൾ സിനി മൂവീസിലെ എൻ്റെ തിയേറ്ററിൻ്റെ പേര് സിനി പോലീസ്. അവിടെയും കളിക്കുന്നുണ്ട്. 68-69 തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. നല്ല അഭിപ്രായമാണ് പറയുന്നത്. ചെറിയ മൂവിയാണ്. എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞതാണ് ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം. ദിലീപേട്ടൻ ആദ്യമായിട്ട് ദിലീപേട്ടനെ കാണുന്നു. ഒരു കാലാവേള ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അടുത്ത് വന്നു. കോഴിക്കോട് ചോദിച്ചു വർത്തമാനം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. പിന്നെ ദിലീപേട്ടൻ്റെ മകള് മീനാക്ഷി നമ്മളെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതെ ആൾക്കാർ പറഞ്ഞ സമയത്ത് നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു ശരിക്കും ജനപ്രിയ നായകനുണ്ട്. അതായത് നല്ല രീതിയിൽ പുള്ളി ബിഹേവ് ചെയ്യുന്നത് എല്ലാവരോടും ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ സെറ്റിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ
10 ദിവസത്തോളം റാണി തങ്കമണി സിനിമ ലൊക്കേഷനിൽ ചിലവഴിക്കാൻ പറ്റി. കട്ടപ്പന താമസം തങ്കമണി തന്നെ ഗ്രാമം ഇടുക്കി ജില്ലയിൽ. അവിടെ നടന്നൊരു 86 അവിടെ നടന്നൊരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ആ തങ്കമണി തന്നെ അവിടെ തന്നെയാണ് ഷൂട്ട്. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ദിലീപേട്ടൻ, മനോജ് കയ്യൻ, സിദ്ദിഖ, അതുപോലെ തന്നെ നമ്മുടെ ഭീഷ്മേരെ വിദ്യായിട്ട് അഭിനയിച്ച സുദേവ് നായർ, അസീസ് ഖാൻ, അവരൊക്കെ കൂടെ പരിചയപ്പെടാൻ പറ്റി. ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷമാണ്. പിന്നെ കുറേ ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 12 ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഇൻവോൾവ് ചെയ്ത് ചിത്രമായിരിക്കും. ആ സംഘർഷ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ധാരാളം ആൾക്കാർ നിർവഹിക്കാൻ പറ്റി. തമിഴിലെ പ്രശസ്തരായ 2 മാമന്മാർ, സമ്പത്ത് സാറ്, മലയപ്പുറത്തെ വില്ലേജ് സമ്പത്ത് സാറ്, പിന്നെ ലൂസിഫറിലെ വില്ലേജ് അഭിനയിച്ച പേരൊക്കെ കേട്ടിട്ടുണ്ട്, ജോൺ വിജയ്. ഇവരൊക്കെ അതിൽ ഇവരൊക്കെ അഭിനയിക്കാനും അഭിനയം കാണാനൊക്കെ സാധിച്ചു. അതാണ് മോനെ വിളിച്ചോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി നല്ല സ്മൈൽ ചെയ്യണേ. ഹാപ്പി ആയിട്ട് രീതിയിൽ വരട്ടെ. മറച്ചോ നന്നായി സഹായിക്കട്ടെ. നമ്മളോട് നോക്കിയേ. ഇവിടെ നിന്നൊരു പിക്ക് എടുത്ത മോനെ. ബ്രോ ഇവിടെ നിന്നൊരു പിക്ക്. ചേച്ചി വന്നോട്ടെ. എങ്ങനെ നിൽക്കണ്ട പറഞ്ഞേ. ഞാൻ കാണണം. മോളോട് കാണില്ല. മോളോട് നല്ല സ്മൈലാണ് എല്ലാവരും. ചേച്ചി ഞാൻ അല്ല നിങ്ങളെല്ലാവരും പോയി, ഞാൻ മാത്രം പിടിക്കുമ്പോഴേ കുഴപ്പമില്ല. അത് മാത്രം പിടിക്കുവേ. ഹലോ എനിക്ക് എല്ലാവർക്കും കൂടി ക്യാമറ നിങ്ങളെല്ലാം ചെയ്തിരിക്കോ. നല്ല സ്പെയിൻ കേട്ടോ സിസേ. എടുത്ത് ബുക്ക് കൊടുക്കുന്ന ഫോട്ടോ എടുക്കണം അല്ലേ? ഫോട്ടോ എടുക്കില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോളൂ.
സിംഗിൾ കുറച്ചും കൂടെ നീങ്ങുന്നു പേരുണ്ട് അവസരം നല്ല സ്മെൽ അവസരം മാത്രം അവസരം മാത്രം ചിരിച്ചിട്ട് കൊടുക്ക് ചിരിച്ചു കൊടുക്കാൻ വെയിറ്റ് ചെയ്യേ മല വെക്കലേ ഇവിടെ നോക്കി എല്ലാവരും വെയിറ്റ് ചെയ്യേ നല്ല ചിരിച്ചേ മോള് ചിരിച്ചേ ചിരിച്ചോട് കൊടുക്ക് അങ്ങോട്ട് എവിടെ തരട്ടോ എല്ലാവരും നോക്കണേ. അപ്പൊ കൃഷ്ണന് രാധി അടിപൊളി. അപ്പൊ ശങ്കളെ പൊളിക്കാം ഓക്കെ താങ്ക് യു. ആയുധം കാർ കയറാൻ പോയി പിന്നെ ഞാൻ പോയിട്ടോ. അടിപൊളി അയച്ചെന്നാൽ അല്ല വാട്സപ്പ് ഇതില്